ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടുകൂട്ടൽ ക്ലാസ് 21. നമ്മൾ സൃഷ്ടി തുടങ്ങിയത് ഒരു പ്രേരക ശക്തിയിൽ നിന്നാണ് എന്ന് കണ്ടു കഴിഞ്ഞു. ആദ്യം ബ്രഹ്മമേ ഉണ്ടായിരുന്നു. ബ്രഹ്മത്തിൽ നിന്ന് ഒരു പ്രേരക ശക്തി പുറത്തു വരുന്നു സൃഷ്ടി തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ പ്രേരക ശക്തിയാണ് പിന്നീട് ഈ പ്രപഞ്ചമായി മാറിയത്. ആ പ്രേരക ശക്തി ഒരു തരംഗ രൂപത്തിലാണ് ഒഴുകുന്നത് എന്നും കഴിഞ്ഞതിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ആ ബ്രഹ്മം, നിർഗുണമായ അവസ്ഥ, സ്ഥായിയായ അവസ്ഥ. അതാണ് സത്വഗുണം. അതേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മത്തിൽ നിന്നൊരു സത്വഗുണം, അതിന് സ്ഥായിയായ അവസ്ഥയാണ്, സ്ഥിരമായി നിൽക്കുന്നത്. അതുകൊണ്ട് സത്വഗുണം എന്ന് പറയാൻ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നിന്നും സൃഷ്ടിക്ക് വേണ്ടി ഒരു പ്രേരക ശക്തി പുറത്തേക്ക് വരുന്നു. അത് സർപ്പിള ആകാരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു പാമ്പിൻ്റെ രൂപത്തിലാണത്, ഇഴഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ വന്നപ്പോൾ എല്ലാം ദ്വയമായി സൃഷ്ടിച്ചത് കൊണ്ട് അതിന് നേരെ എതിർദശയിലും അതുണ്ടായിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അത് വിപരീത ദശയിലാണ്, വിപരീത സ്വഭാവമാണ്. അപ്പം ഇത് സൃഷ്ടിക്ക് കാരണമാണെങ്കിൽ ഇത് അതിനെതിരാണ്. അതുകൊണ്ട് ഇതിനെ രജോ ഗുണമെന്നും ഇതിനെ തമോ ഗുണമെന്നും പറയുന്നു. ഇത് രണ്ടും തുല്യമായതുകൊണ്ട് ഈ മധ്യത്തിലുള്ള ബിന്ദു സത്വഗുണമെന്ന് പറയുന്നു. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി വിസ്തരിച്ച് കാണണം. അപ്പോഴതിനെ വേദങ്ങളിലെ ചില സൂക്തങ്ങൾ ആദ്യം നോക്കാം. അതിൻ്റെ ശേഷം അതിലേക്ക് വരാം. ആദ്യം ഒരു സൂക്തം നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 14-12. ഋഷി മേധാതിഥി കണ്വൻ ദേവത വിശ്വദേവന്മാർ ഛന്ദസ് ഗായത്രി. യുക്ഷ്വാഹരുഷി രഥേ ഹരിതോ ദേവരോഹിതഃ താഭിർദേവാം ഇവാവഹ. അഗ്നി സ്വർണവർണ്ണത്തോടും രക്തവർണ്ണത്തോടും കൂടിയ അശ്വങ്ങളെ സ്വന്തം രഥത്തിൽ പൂട്ടി ദേവതകളെ യജ്ഞത്തിലേക്ക് ആനയിക്കുന്നു. ഇതിൽ പറയുന്നത് അഗ്നി സ്വർണവർണ്ണത്തോടും രക്തവർണ്ണത്തോടും കൂടിയ അശ്വങ്ങളെ, കുതിരകളെ എന്നത് ഊർജമായിട്ട് കാണണം. ഊർജം, പ്രേരക ശക്തി. അപ്പോൾ ഒരു അഗ്നി അശ്വങ്ങളെ രഥത്തിൽ പൂട്ടുന്നു. അപ്പം രഥത്തിൽ പൂട്ടിയിട്ട് സഞ്ചരിക്കുകയാണ്. അഗ്നി സഞ്ചരിക്കുകയാണ് രഥത്തിൽ. കുതിരകളെ, ബലമുള്ള കുതിരകളെ കിട്ടിയിട്ട്. അപ്പം 2 തരം കുതിരയുണ്ട്. ഒന്ന് സ്വർണവർണ്ണത്തോടും മറ്റേത് രക്തവർണ്ണത്തോടും. അപ്പം ഒന്ന് കാമാണ്, അത് സ്വർണവർണ്ണമാണ്, കാമാണ്. മറ്റേത് രക്തവർണ്ണമാണ്. അപ്പോൾ നമുക്ക് 2 വേവ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നിനെ സ്വർണവർണ്ണമായിട്ട് എടുക്കാം, മറ്റേതിനെ ഒന്ന് എനർജറ്റിക് ആണ്, മറ്റേത് കുറച്ച് അങ്ങനെയാണ്. അതായത് 2 വേവില് ഒന്ന് ക്രിയേറ്റീവ് ഫോഴ്സാണ്, അതാണ് സൃഷ്ടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ഇത്. അപ്പോൾ അതിനെ രക്തവർണ്ണമായിട്ട് എടുക്കുമ്പോൾ ഇതിനെ ശാന്തമായ വർണ്ണം, അല്ലെങ്കിൽ രജോ ഗുണം എന്ന് പറയുമ്പോൾ മറ്റേ തമോ ഗുണമാണ്, ഒരു ശാന്തമായ വർണ്ണമാണ്. രഥത്തിൽ പൂട്ടുന്നു, അതിനു വേണ്ടിയിട്ട് സഞ്ചരിക്കുന്ന. അപ്പം ഈ ബലങ്ങളാണ് സഞ്ചരിക്കുന്നത്. ഇനി അടുത്ത
സൂക്തം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 4 സൂക്തം 6-9. ഋഷി വാമദേവൻ ദേവതാഗ്നി ഛന്ദസ് പങ്ക്തി തൃഷ്ടുപ്പ്. തവത്യേ അഗ്നേ ഹരിതോ ഹൃദസ്ന രോഹിദാസ ഋജഞ്ച സ്വഞ്ചഃ അരുഷാസോ വൃഷണ ഋജുമുഷ്ക ആ ദേവതാദി മഹിവന്ത മഹ്വന്ത ദസ്മാഹ. അഗ്നിയുടെ അശ്വങ്ങളുടെ വായിൽ നിന്നും നുരയും പതയും പുറത്തേക്ക് വരുന്നു. ആ ചെങ്കുതിരുകൾ നേർമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നു. അവയുടെ പോക്ക് മനോഹരമാണ്. അവ മഹാശക്തങ്ങളും ദർശന യോഗ്യങ്ങളും ആകുന്നു. ഈ അശ്വങ്ങളുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നു. ഈ നുരയും പതയും എന്ന് പറയുന്നത് തന്നെയാണ് ഉയർച്ചയും താഴ്ചയായിട്ടുള്ള ഇതായിട്ട് എടുക്കേണ്ടത്. അതായത് വേവ് ഫോമിലാണ് ആ ഊർജം പുറത്തേക്ക് വരുന്ന വേവ് ഫോമിലാണ്. ഒരു ഉയർച്ചയുണ്ട്, ഒരു താഴ്ചയുണ്ട്, നുരയും പതയും. സയൻസിൽ വേവ്സിനെ ക്രസ്റ്റ് ആൻഡ് ട്രഫ് എന്ന് പറയും. അപ്പോൾ ഈ ചെങ്കുതിരകൾ നേർവഴിയിൽ സഞ്ചരിക്കുന്നു. അത് നേർക്ക് സഞ്ചരിക്കും. അപ്പൊ ഇങ്ങനെ ആയതുകൊണ്ടാണ് അതിന് നേർക്ക് സഞ്ചരിക്കുന്നത്. പാമ്പിന്റെ രൂപത്തിൽ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞാണ് പോകുന്നുണ്ടെങ്കിലും അത് പോകുന്നത് വേവ്സ് സ്ട്രെയിറ്റിലാണ്. വളഞ്ഞു പോകുന്നത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞല്ലേ പോകുന്നത്, അങ്ങനെയല്ല പോകുന്നത് നേർക്ക് തന്നെയാണ്, സ്ട്രെയിറ്റിലാണ് പോകുന്നത്, നേർവരയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം ഈ വരക്കിങ്ങനെ വളവുണ്ടെങ്കിലും പോകുന്നത് നേർക്കാണ് പോകുന്നത്. വേവ്സ് അങ്ങനെ തന്നെ നേർക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ വേവ്സിനെന്തുണ്ട്? ആ വേവ് ഷേപ്പുണ്ട്, സർപ്പഗതിയുണ്ട്. അപ്പം മനോഹരവും ശക്തിശാലി, അതിന് ശക്തിയുണ്ട്, ഊർജമുണ്ട്, ദർശനയോഗ്യവുമാണ്, കാണാനും പറ്റും. ആ വേവ് വേറെ ഫോമിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഊർജത്തിൻ്റെ, അതാണ് ദ്രവ്യമായി മാറാൻ പോകുന്നത്. അതിനെ പിന്നെ കാണാൻ പറ്റും. കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ദ്രവ്യമായി മാറും. അല്ലെങ്കിൽ വെളിച്ചത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് അടുത്തതിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് ദൃശ്യരൂപത്തിൽ ദൃശ്യമായി മാറുക എന്ന് പറയുമ്പോൾ അതിനെ ഒരു പ്രത്യേക നിലയിൽ നിൽക്കുമ്പോൾ അത് ദ്രവ്യത്തിൻ്റെ അവസ്ഥ കൈവരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ അവസ്ഥ, കാണാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അത് മാറും. ഇനി അടുത്തതിൽ എന്താണ് പറയുന്നത് നോക്കാം. യജുർവേദം അധ്യായം 15 മന്ത്രം 43. ഋഷി പരമേഷ്ടി ദേവതാഗ്നി ഛന്ദഃ നൃജത് പങ്ക്തി സ്വരഃ പഞ്ചമഃ. ഉഭേ സുചന്ദ്ര സർപ്പിഷോ ദർവി ശ്രീണീഷ ആസനീ ഉദോ ന ഉത്പു പൂര്യ യുക്തേഷു ശവസസ്പദ ഇഷം സ്തോതൃഭ്യ ആഭര. അഗ്നിയുടെ പ്രകാശകിരണങ്ങൾ സർപ്പിളാകാരത്തിൽ സ്പന്ദിക്കുന്നു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിയുടെ പ്രകാശകിരണങ്ങൾ സർപ്പിള ആകാരത്തിൽ സ്പന്ദിക്കുന്നു. ഇതൊരു സ്പന്ദനമാണ്, വൈബ്രേഷനാണ്. ഈ സിഗ്നൽ, ഈ വേവ് സഞ്ചരിക്കുന്നത് തരംഗരൂപത്തിലാണ്. അപ്പം ഇതിന് 3 അവസ്ഥയുണ്ട് എന്നും പറഞ്ഞു. ഒന്ന് ക്രിയേഷൻ, അതായത് രജോ ഗുണം, മറ്റേ സാത്വ ഗുണം, മറ്റേത് തമോ ഗുണം. ഇനി നമുക്ക് സർപ്പിളാകാരത്തിൽ പാമ്പിൻ്റെ രൂപത്തിൽ സ്പന്ദിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലായി. ഇനി നമുക്ക് പുരാണ കഥകളിൽ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരും, കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു തരും. വേദങ്ങളിൽ ചുരുക്കിയേ പറയുള്ളൂ. പുരാണ കഥകളിൽ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു തരും. അപ്പം അവിടെ വരുമ്പോൾ അത് കഥാപാത്രങ്ങളായിട്ട് മാറും. നമ്മുടെ രജോ ഗുണവും സാത്വ ഗുണവും തമോ ഗുണവും, ഈ 3നെയെല്ലാം കഥാപാത്രങ്ങളായിട്ട് മാറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു ബലമാണ് ഇറങ്ങി വന്നത്, ഒരു ബലവും അതിൻ്റെ ആൻറ്റി ബലവും.
വേവായിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതിന് 3 അവസ്ഥകളുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ അവസ്ഥകളെ 3ആയിട്ട് തരംതിരിക്കുകയാണ്. അപ്പോൾ ഒരു ബലത്തെ 3ആയിട്ട് ബലമായിട്ട്, അപ്പോൾ ആദ്യം ഇറങ്ങി വന്ന പ്രേരക ശക്തിയെ 3 ശക്തിയായിട്ട് തരംതിരിച്ചുകൊണ്ട് പുരാണ കഥകളിൽ വിസ്തരിച്ചു പറഞ്ഞു തരികയാണ്. എന്താണ് പുരാണ കഥകളിൽ വരുമ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം. നമുക്കറിയാം, ഒരു സയൻസിൽ ഇപ്പോൾ എനർജീനെ നമ്മൾ എങ്ങനെയെല്ലാം ആയിട്ട് തരംതിരിക്കും? സയൻസിലെല്ലാം തരംതിരിച്ചാൽ പോവുക. ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി എന്നെല്ലാം പറഞ്ഞ് തരംതിരിക്കുന്നത് പോലെ ഇപ്പോൾ ആദ്യം ഒരൊറ്റ സൃഷ്ടി നടത്തേണ്ട ഒരു പ്രേരക ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനിപ്പോൾ 3 രൂപങ്ങൾ കൈവന്നിരിക്കുകയാണ്, 3 ധർമ്മങ്ങൾ കൈവന്നിരിക്കുകയാണ്. ആ 3 ധർമ്മങ്ങളെയാണ് ഒന്ന് നിർമ്മിക്കാനുള്ള ശക്തി, ആ രജോ ഗുണം, അത് ബ്രഹ്മാവ് എന്നൊരു ശക്തിയായിട്ട് ചിത്രീകരിച്ചു. സ്ഥായിയായി നിൽക്കുന്നത് വിഷ്ണു. ഓപ്പോസിറ്റ് പ്രതിരോധമായിട്ട് അല്ലെങ്കിൽ നശീകരണമായിട്ടുള്ളതിനെ ശിവനുമായിട്ട് ചിത്രീകരിച്ചു. അപ്പം ഈ ബലം ബ്രഹ്മത്തിൽ നിന്നും സൃഷ്ടിക്കായി ഉത്ഭവിച്ച ബലം, പ്രേരക ബലം, 3 പ്രേരക ബലങ്ങളായിട്ട് തരംതിരിക്കാം. അപ്പം ആ ബലത്തെ 3ആയിട്ട് തരംതിരിക്കാം. ആ 3ആയി തരംതിരിക്കുന്നത് 3 സ്വഭാവമാണ്. സൃഷ്ടി നടത്തുന്ന ഒരു സ്വഭാവം, സംഹരിക്കുന്ന സ്വഭാവം, പിന്നെ നിലനിർത്തുന്ന സ്വഭാവം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഈ 3 സ്വഭാവങ്ങളാണുള്ളത്. അപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ വീട് വെക്കുന്ന സൃഷ്ടി എന്നൊരു പ്രക്രിയ, ആ വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. അത് കുറേ കാലം, അത് സ്ഥായിയായ അവസ്ഥയാണ്, കുറേ കാലം അത് ഉപയോഗിക്കും. അപ്പോൾ സൃഷ്ടി നടത്തുന്ന രജോ ഗുണം ബ്രഹ്മാവ്, ആ ശക്തിവിശേഷത്തെ ബ്രഹ്മാവ് എന്ന് പറയുന്നു. ബലത്തിൽ ഒന്ന് സൃഷ്ടി നടത്തുന്ന ബലം, മറ്റേത് സൃഷ്ടിച്ച വീടിനെ കുറേ കാലം പരിപാലിക്കും, അത് സത്വഗുണം. അത് വിഷ്ണുവിൻ്റെ അവസ്ഥയിലാണ്, അത് കുറേ കാലം പരിപാലിക്കും, നിലനിർത്തുന്ന അവസ്ഥയാണ്, സ്ഥായി അവസ്ഥയാണ്, അതിനെ പരിപാലിക്കുക. പിന്നെ ഒരു കാലം കഴിഞ്ഞ് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ അതിനെ പൊളിച്ചു കളയും, അത് ശിവനായിട്ടും പറയുകയാണ്. നമ്മളൊരു പുസ്തകം വാങ്ങുകയാണെങ്കിൽ, പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലെ പുസ്തകം വാങ്ങുകയാണെങ്കിൽ ആദ്യം വാങ്ങുന്നത് സൃഷ്ടി, പിന്നെ നമ്മൾ കവറെല്ലാം ഇട്ടിട്ട് അതിനെ പഠിക്കുന്ന കാലത്തെല്ലാം കവറിട്ടിട്ടെല്ലാം സൂക്ഷിച്ച് നടക്കും, അത് സ്ഥിതി അല്ലെങ്കിൽ സംരക്ഷണം. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ കളയും. അപ്പോൾ ഈ ബലത്തെ 3ആയി തിരിച്ചു. സയൻസിലോട്ട് തിരിക്കുന്ന പോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജീനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇങ്ങനെയല്ല. അതേപോലെ തന്നെ ഈ ബലത്തെ, സൃഷ്ടി നടത്താനുള്ള ബലത്തെ, അത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിന് 3 സ്വഭാവങ്ങൾ കൈവന്നു: സൃഷ്ടി, സ്ഥിതി, സംഹാരം. അതിൻ്റെ അടിസ്ഥാനം ന്യൂട്ടൻ്റെ 3 ലോ തന്നെയാണ്. അല്ലെങ്കിൽ ഈ ത്രിഗുണാത്മകമാണ്, ത്രിഗുണങ്ങളാണ്. അപ്പോൾ ഒരു ശക്തി പുറത്തേക്ക് വരുമ്പം തന്നെ അത് ദ്വയമായിട്ടാണ് തിരിഞ്ഞത്. ഈ ദ്വയമായത് കൊണ്ടാണ് നടുവിലൊരവസ്ഥയും വരുന്നത്. സൃഷ്ടിയും സംഹാരവും 2 എതിരാകുമ്പോൾ നടുവിലൊരവസ്ഥ വരും, ഒന്നുമല്ലാതെ ന്യൂട്രൽ അവസ്ഥ. അങ്ങനെ ദ്വയമായി സൃഷ്ടിക്കുമ്പോഴാണ് 3 അവസ്ഥ വരുന്നത്. ഈ ബലങ്ങളെ 3ആയി തിരിച്ചു: സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പം ഇനി നമ്മൾ പ്രേരക ബലം എന്നല്ല പറയുക, 3 ബലങ്ങളാണ്. 3നും 3 സ്വഭാവമാണ്. ഒന്ന് സൃഷ്ടിക്കാനും, ഒന്നിനെ സൃഷ്ടിച്ചതിനെ കുറേ ആവശ്യമുള്ള കാലത്തോളം പരിപാലിക്കാനും, അത് കഴിഞ്ഞാൽ നശിപ്പിക്കാനുള്ള ശിവനും. 3 പക്ഷെ കഥയിൽ വരുമ്പം കഥാപാത്രങ്ങളായിട്ടാണ് വരിക. എന്നിട്ട് കുറച്ച് ഭംഗിയിൽ വിവരിച്ചു തരും, നീട്ടി വലിച്ച്. വേദത്തിൽ ചുരുക്കിയേ പറയും, പുരാണ കഥകളിൽ വിസ്തരിച്ച് പറയും. നമുക്ക് ആ കഥയൊന്ന് കേട്ടിട്ട് അതിലേക്ക് വരാം. പൂർണ്ണ പുരാണം പറയുന്നു, സൃഷ്ടിക്ക് മുമ്പ് നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാരായണൻ ചുറ്റും നോക്കിയപ്പോൾ ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവിനോട് നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാവ് അഹങ്കാരത്തോട് പറഞ്ഞു, ഉള്ളിൽ കയറി നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നാരായണൻ
ബ്രഹ്മാവിന്റെ വായിൽ കൂടി ബ്രഹ്മാവിന്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ പ്രളയകാലത്ത് നശിച്ച ബ്രഹ്മാണ്ടങ്ങളെല്ലാം അവിടെ സുഖമായി വസിക്കുന്നതായി കണ്ടു. നാരായണൻ ഉടനെ തന്നെ ബ്രഹ്മാവിന്റെ വായിൽ കൂടി തിരിച്ച് പുറത്തേക്ക് വന്നു. എന്നിട്ട് ബ്രഹ്മാവ് നാരായണനോട് ചോദിച്ചു, നീ ആരാണെന്ന്. അപ്പം നാരായണൻ പറഞ്ഞു, ഇതുപോലെ ഉള്ളിൽ കയറി നോക്കാൻ പറഞ്ഞു. അപ്പം ബ്രഹ്മാവ് നാരായണന്റെ വായിൽ കൂടി ഉള്ളിൽ കയറി. അപ്പോൾ ബ്രഹ്മാവും അവിടെ അത് തന്നെ കണ്ടു. അതായത് പ്രളയകാലത്ത് നശിച്ച ബ്രഹ്മാണ്ടങ്ങൾ അവിടെ സുഖമായി വസിക്കുന്നു. ബ്രഹ്മാവ് തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങാൻ നോക്കി. അപ്പോൾ നാരായണൻ വായ അടച്ചു കഴിഞ്ഞു. ബ്രഹ്മാവിന് വെളിയിലിറങ്ങാൻ സാധിച്ചില്ല. അപ്പം ബ്രഹ്മാവ് സൂക്ഷ്മമായിട്ട് നാരായണന്റെ നാഭിയിൽ കൂടി ഒരു താമരയിൽ പുറത്തു വന്നു. അപ്പോൾ നാരായണൻ നോക്കിയപ്പോൾ താമരയുടെ മുകളിൽ ബ്രഹ്മാവിരിക്കുന്നു. അപ്പൊ വീണ്ടും അവർ തമ്മിൽ തർക്കമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മാവിനെ നാരായണന്റെ മകനായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള തർക്കം ആരാണ് മഹാൻ എന്നുള്ളതാണ്. ആ സമയം അവിടെ ദിവ്യമായ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ അറ്റം കണ്ടുപിടിക്കുന്നവരാണ് മഹാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ബ്രഹ്മാവ് മുകളിലോട്ടും നാരായണൻ താഴോട്ടും പോയി. കുറെ കാലം പ്രയത്നിച്ചിട്ടും അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കാതെ വിഷ്ണു അല്ലെങ്കിൽ നാരായണൻ തോൽവി സമ്മതിച്ച് ആ ശിവലിംഗത്തെ വന്ന് നമിച്ചു. എന്നാൽ ബ്രഹ്മാവ് അറ്റം കണ്ടുപിടിച്ചില്ല എന്ന് മാത്രമല്ല, വന്ന് കള്ളം പറഞ്ഞു. ഞാൻ അറ്റം കണ്ടെത്തി. അതിന് സാക്ഷിയായി ഒരു കൈതപ്പൂവിനെയും കൂടെ കൊണ്ടുവന്നു. അപ്പോ ശിവലിംഗത്തിന് കാര്യം മനസ്സിലായി, കള്ളമാണ് പറയുന്നത്. അവരെ ശപിച്ചു. കൈതപ്പൂ ഇനി ശിവപൂജയ്ക്കോ മറ്റൊരു പൂജയ്ക്കും എടുക്കുകയില്ല. അതുമല്ല ബ്രഹ്മാവിനെയും ആരും പൂജിക്കുകയില്ല. അങ്ങനെയാണ് കൈതപ്പൂ പൂജയ്ക്ക് എടുക്കാത്തതും ബ്രഹ്മാവിന്റെ ക്ഷേത്രങ്ങൾ അധികം ഇല്ലാതിരിക്കുന്നതും കാരണം അതാണ്. കഥയിൽ ആദ്യം തന്നെ പറയുകയാണ്, ആദ്യം നാരായണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നാരായണൻ എന്ന് പറഞ്ഞാൽ ആ കുത്തായിട്ട് നമ്മൾ കണ്ടത്. നാരായണൻ എന്ന് പറഞ്ഞാൽ അവിടെ വിഷ്ണുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വേവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വേവിന്റെ നടുവിലുള്ള സ്ഥായിയായ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ബ്രഹ്മം, അത് ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിന്റെ ഒരംശമാണ്. അതിൽ നിന്നാണ് ഒരു പ്രേരക ശക്തി ഉത്ഭവിക്കുന്നത്. ബ്രഹ്മം ഇതല്ല, ബ്രഹ്മത്തിൽ നിന്ന് ഒരംശം ഇവിടെ വന്നതാണ് നാരായണനായിട്ട് എടുക്കുന്നത്. അതിൽ നിന്ന് കുറച്ചെടുക്കുകയാണ് ഒരു പ്രപഞ്ചം സൃഷ്ടിക്കുക. എന്നാൽ അതിൻ്റെ അളവിൽ മാറ്റം വരുന്നില്ല. അപ്പൊ ഇതിനാണ് സൃഷ്ടിക്കാനുള്ള ടെൻഡൻസി ഉള്ളത്. ഈ നാരായണന് ഇവിടെ നാരായണൻ എന്നാണ് കഥയിൽ വരുമ്പോൾ നാരായണൻ എന്ന് പറയുന്നത്. ഈ നാരായണനാണ് സൃഷ്ടിക്കാനുള്ള, പുരാണ കഥകളിൽ വരുമ്പോൾ പേരെല്ലാം കുറച്ച് മാറും. അപ്പം സൃഷ്ടിക്കാനുള്ള ആഗ്രഹമുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു ബലം പുറത്തേക്ക് വരുന്നത്. അപ്പൊ ആദ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വന്നതാണ് ഈ ബ്രഹ്മാവ്. ബ്രഹ്മാവാണ് പുറത്ത് കണ്ടത്. അപ്പം നാരായണൻ നോക്കുമ്പോൾ ഒരു കക്ഷി അവിടെ നിൽക്കുന്നു. ഈ കക്ഷി വന്ന ഒരു രൂപത്തിൽ അവിടെ നിൽക്കുന്നു. കഥയിൽ വരുമ്പോൾ കുറച്ച് ഭംഗ്യം തരേണ പറയുന്നതായിട്ട് കണ്ടാൽ മതി. പക്ഷെ അതിലോട്ട് ചില ആശയങ്ങൾ നമുക്ക് ഇട്ടു തരുന്നുണ്ട്. അപ്പം നാരായണൻ അതിനോട് ചോദിക്കുന്നത്, നീ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ, ഇത് ആരാണെന്ന്. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, നീ എൻ്റെ വയറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പം വയറ്റിൽ കയറി നോക്കിയപ്പോൾ ഈ കഴിഞ്ഞ പ്രപഞ്ചം മുഴുവൻ അവിടെ കിടക്കുന്നുണ്ട്. ഈ പ്രപഞ്ചമെല്ലാം കഴിഞ്ഞ പ്രളയത്തിൽ നശിച്ചിട്ട് ഇത് അടുത്ത സൃഷ്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇതിനു മുമ്പിൽ ബ്രഹ്മത്തിൽ നിന്ന് വേറൊരു പ്രപഞ്ചം ഉണ്ടായിരുന്നു, അത് നശിച്ചു. ഇനിയിപ്പോൾ ആദ്യം ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പോഴുള്ള നക്ഷത്രങ്ങളെല്ലാം കത്തി അരിഞ്ഞിട്ട് ബ്ലാക്ക് ഹോളായി മാറുന്നുണ്ടല്ലോ. ആ ബ്ലാക്ക് ഹോൾ മാറിയിട്ട് പിന്നെ തിരിച്ചു വരുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് പഴയ അവസ്ഥയുണ്ട്, അത് തന്നെയാണ് ഇതേപോലെ തിരിച്ചു വരിക. ഇപ്പം ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ പഴയതെല്ലാം വിഷ്ണു കാണുന്നു.
ഓ പഴയതല്ല, അവിടെയുണ്ട്, ഈ പ്രപഞ്ചമല്ല അതിൻ്റെ അകത്തുണ്ട്. എൻ്റെ പുറത്ത് വന്നപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു നീ ആരാണെന്ന്. അത് എൻ്റെ വയറ്റൊക്കെ എഴുതി നോക്കിയാൽ മതി. അപ്പോൾ ബ്രഹ്മാവ് നാരായണൻ്റെ വയറ്റിലും എഴുതി നോക്കി. അപ്പോൾ അവിടെയും കിടക്കുന്ന ഈ സൃഷ്ടി പഴയ സൃഷ്ടിയല്ല. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഇതെല്ലാം ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിൻ്റെ കളിയാണ്. ബ്രഹ്മം തന്നെയാണ് ഈ വിഷ്ണുവും, ബ്രഹ്മം തന്നെയാണ് നാരായണനും, എല്ലാം ബ്രഹ്മം തന്നെയാണ്. കഴിഞ്ഞ സൃഷ്ടിയെല്ലാം ഉണ്ടാക്കിയതും ഈ ബ്രഹ്മത്തിൻ്റെ കഴിവാണ്. ഇവർക്ക് പരസ്പരം അറിയുന്നില്ല ഇതേതാണെന്ന്. രണ്ടിൻ്റെ ഉള്ളിലുള്ളത് പ്രപഞ്ചം തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഈ സത്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവർക്ക് ഒരു അഹങ്കാരം വന്നുപോയി. സൃഷ്ടിക്കുന്ന ആദ്യം ഉണ്ടായത് അഹങ്കാരം എന്ന ഞാനെന്നൊരു ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഞാനാണിത് മറ്റേതാണെന്ന് തോന്നാൻ കാരണം. യഥാർത്ഥത്തിൽ ഉള്ളിൽ എന്താ ഉള്ളത്? രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പം ബ്രഹ്മാവ് ഉള്ളിൽ നോക്കുമ്പോൾ അതെല്ലാം തന്നെയാണ് കാണുന്നത്. രണ്ടുപേരും കണ്ട ഒന്ന് തന്നെയാണ്. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്, ആ പ്രേരക ശക്തി തന്നെയാണ് ഇപ്പം മൂന്നായിട്ട് തിരിഞ്ഞത്. അവിടെ ബ്രഹ്മാവ് എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പുറത്തു വരാൻ പോകുമ്പോഴൊക്കെ വിഷ്ണു വായി അടച്ചു കളഞ്ഞു. പിന്നെ ഈ നാഭിയിലൂടെയാണ് പുറത്തു വന്നത്. അതെന്തിനാ ഈ കഥയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നാഭിയിൽ നിന്നാണ് വിഷ്ണുവിൻ്റെ, ഈ നാഭിയിൽ നിന്നാണ്, ഒരു ബിന്ദുവിൽ നിന്നാണ് ബ്രഹ്മാവ് പിന്നെ പുറത്തേക്ക് വരുന്നത്. കഥയിൽ അങ്ങനെ പറയുന്നതാണ്. അപ്പം പുറത്തേക്ക് വന്നെങ്കിലും രണ്ട് ശക്തികളാവുമ്പോഴാണ് ഈ രണ്ട് ശക്തികൾക്കും ഞാൻ എന്ന ഭാവം വരും. എനിക്ക് നിർമ്മിക്കേണ്ട താല്പര്യമാണ്. മറ്റേ കക്ഷിക്കാണെങ്കിൽ നശിപ്പിക്കാനുള്ള താല്പര്യമാണ്. ഈ കക്ഷിക്കാണെങ്കിൽ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട താല്പര്യമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്വഭാവങ്ങൾ വരികയാണ്. അതെന്തുകൊണ്ട്? ചെയ്യേണ്ട കർമ്മം അനുസരിച്ചാണ് ഇത് വരുന്നത്. അതങ്ങനെ വന്നേ പറ്റൂ. പക്ഷേ ഒരു വികാരമുണ്ട്, ഞാനെന്ന വികാരം. ഞാൻ സൃഷ്ടിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു അഹങ്കാരം വരും. അപ്പം അന്ന് മുതൽ ഈ അഹങ്കാരം വരും. ഈ ശക്തിക്കും ഈ അഹങ്കാരമുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പിന്നെ ഒരു മത്സരമായി. എന്താണ് മത്സരം? ഇതിൽ ആരാണ് കേമൻ എന്നറിയാം. സൃഷ്ടിയാണോ കേമൻ, സംരക്ഷണമാണോ കേമൻ? ഇതെല്ലാം കഥയിലൂടെ ഈ മൂന്നിനും എല്ലാത്തിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്. ഞാനെന്നൊരു വികാരം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് മാറിയാണ്. എല്ലാത്തിനും ഓരോന്നിൻ്റെ താല്പര്യങ്ങൾ വരികയാണ്, ഗുണങ്ങളനുസരിച്ച്. അത് പറയാൻ വേണ്ടിയാണ്. അത് മനുഷ്യനാണെന്നില്ല, ഫോഴ്സുകൾക്കും ഈ വ്യത്യാസമുണ്ട്. ഈ വിചാരങ്ങൾ ഫോഴ്സുകൾക്കും ഉണ്ട്. ഞാനെന്ന ഭാവം ഈ ഉണ്ടാകുന്ന വേവ്സ് മുതൽ തുടങ്ങിയാണ്. അപ്പോഴേക്കാണ് അതിൻ്റെ നടുവിൽ ഇത് രണ്ടും ഉണ്ടായപ്പോഴാണ് നടുവിൽ ആര് കയറി വരുന്നത്? ശിവലിംഗം എന്ന് പറയുന്ന ഒരു ഭീമാണ് വന്നിരിക്കുന്നത്. അറ്റമില്ലാത്തൊരു ഭീം. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചം വന്നതുകൊണ്ടാണ്. ഈ വേവ് ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇങ്ങനെ ആദ്യം പോയിട്ടേ ഉള്ളൂ, ക്രിയേറ്റീവ് ഫോഴ്സ്. അപ്പോഴാണ് മറ്റേ ആശാനം കയറി വന്നത്, അതിൻ്റെ ദ്വയം കയറി വന്നത്. അപ്പോൾ ഇതൊരു വേവായി. വേവാകുമ്പം പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായ സ്ട്രെയിറ്റിൽ വേവായിട്ട് പോകുമ്പോൾ ഈ വേവിനെ സയൻസിൽ പറയുന്ന ഒരു പേരാണ് ബീം. ഒരു സ്ട്രെയിറ്റിലാണ് പോകുന്നത്. വേവ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള സംഗതിയാണെങ്കിൽ പോകുന്നത് സ്ട്രെയിറ്റിലായതുകൊണ്ട് ബീം ഓഫ് ലൈറ്റ് എന്ന് പറയും. ഇതാണ് പണ്ട് +2 സയൻസ് പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു, സയൻസ് അധ്യാപകൻ. ഈ ലൈറ്റ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബീമാണോ? ഏത് ജനലിൻ്റെ കമ്പി കാണിച്ചിട്ട് അന്ന് ചോദിച്ചതാണ്. ലൈറ്റ് ബീം എന്ന് പറഞ്ഞാൽ ഒരു ദണ്ണ് മാതിരിയല്ലേ. പക്ഷെ ലൈറ്റ് എങ്ങനെയാണ് ദണ്ണ് വെച്ചാൽ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉള്ളത്. പക്ഷെ സയൻസിൽ അതിനെന്താ പറയുക? ലൈറ്റ് ബീം എന്ന് പറയും. അതേ ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ബീം മാതിരിയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ വെളിച്ചം എന്ത് ചെയ്യാണ്? ഇതുണ്ടാകാൻ കാരണം എന്താണ്? ഇത് വന്നത് കൊണ്ടാണ്. ഇത് വന്നില്ലായിരുന്നെങ്കിൽ, ഇത് മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് നിൽക്കുമായിരുന്നു. താഴത്തോട്ട് പോകും. നെഗറ്റീവ് പോകുന്ന സ്വഭാവം അതിനില്ലല്ലോ. അതിന് പോസിറ്റീവല്ല സ്വഭാവമുള്ളൂ. നെഗറ്റീവ് ശിവനാണ്, മറ്റേനാണ് അടിയിലോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയേ ഉള്ളൂ. പിന്നെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. പ്രൊപ്പഗേറ്റ് വന്നത് ഈ ശിവൻ വന്നുകൊണ്ടാണ്. പിന്നെ ഇത് തരംഗമായി പിന്നെ അങ്ങനെ അങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ അതിലൂടെയാണ് അത് ബീം എന്നൊരു റേ ആയിട്ട് മാറിയത്. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഇത് കയറി വന്നു. അപ്പോഴേക്ക്
അതായത് ശിവൻ കയറി വന്നപ്പോൾ ഇതൊരു വേവായി മാറി, ഫുൾ വേവായി മാറി. അതങ്ങ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങി, അങ്ങ് അറ്റമില്ലാതെ അങ്ങ് പോകാൻ തുടങ്ങി. ഇപ്പം ഇവർ രണ്ടുപേരും അന്തം വിട്ടുപോയി. ഇതെന്താ സംഗതി, മൂന്നാമതൊന്ന് കയറി വന്നു. അപ്പം 3 ഗുണങ്ങളാണ് അവിടെ പറയുന്നത്. 3 ഗുണങ്ങളിൽ നിന്നാണ് ഈ വേവ്സിൻ്റെ ആദ്യം പ്രപഞ്ചം മുഴുവൻ ഒരു വേവ് ഇങ്ങനെ പോയി, റോഡ് രൂപത്തിൽ, ദണ്ണ് രൂപത്തിൽ. അപ്പോൾ ഇവർ വിചാരിച്ച ഇനിയിപ്പോൾ നമ്മൾ തമ്മിൽ തല്ലുന്നതിനെക്കാട്ടി മുമ്പിൽ ഇവിടെ വേറൊരു കക്ഷി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ഒരു തീരുമാനം എടുത്ത്, ഇതിൽ അറ്റ ആര് കണ്ടെത്തും, നീൻ്റെ അറ്റ എവിടെയാണ് ഉള്ളതെന്ന്. കാരണം വെളിച്ചത്തിൻ്റെ അറ്റ എവിടെയാണ് തപ്പിയാൽ കാണാൻ പോകുന്നത്. അറ്റമില്ലാതെ അനന്തമായിട്ട് അതെങ്ങനെ പോവുകയാണ് ഈ വേവ്. അപ്പം ആദ്യം ഒരു വേവ് ഉണ്ടായി. അപ്പം ആദ്യം ഒരു പ്രേരക ശക്തി ഉണ്ടായി, അതിന് മുമ്പിൽ ഒരു കുത്തുണ്ട്, സത്വഗുണമുണ്ട്. അപ്പോഴാണ് നെഗറ്റീവ് വന്നത്, ശിവനും വന്നത്, അതായത് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സും വന്നു. പിന്നെ അത് വേവായിട്ട് അങ്ങനെ അങ്ങ് അന്തമില്ലാതെ പോകാൻ തുടങ്ങി. അപ്പോൾ ഇവർ അത് പറയാൻ വേണ്ടിയിട്ട് ഈ കഥരൂപത്തിൽ ഇങ്ങനെയെല്ലാം ഭംഗിയെ കേൾക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ രണ്ടുപേരും തീരുമാനിച്ച അറ്റ എന്ന ആരാ കണ്ടുപിടിക്കുന്നത്, അവർ തന്നെ കേമൻ. അപ്പം ഇങ്ങനെ അങ്ങോട്ടും പോയി, ബ്രഹ്മാവ് മുകളിലോട്ടേക്കും പോയി. ഇതിൻ്റെ അറ്റം കാണാൻ, ഈ വെളിച്ചത്തിൻ്റെ അറ്റം. ഇവൻ വെളിച്ച രൂപമായി മാറിയെന്ന് മനസ്സിലാക്കണം. വിഷ്ണു താഴത്തോട്ടേക്ക് പോയി. വിഷ്ണു നോക്കിയിട്ട് കുറേ കാലം പോയി നോക്കിയിട്ടൊന്നും അറ്റമൊന്നും കാണാതെ കൊണ്ട് തിരിച്ചു വന്നു. ഇത് സമ്മതിച്ചു, ശിവനോട് പറഞ്ഞു നമസ്കാരം. കാരണം ഇത് ശിവനാണ്. ഈ ദണ്ണോട് പറഞ്ഞ നമസ്കാരം, ഞാൻ തോറ്റിരിക്കുന്നു. എന്നാൽ ബ്രഹ്മാവ് അങ്ങനെയല്ല. ബ്രഹ്മാവ് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കക്ഷീനെയും കൂട്ടുകൂട്ടിയിട്ടാണ് വന്നത്. ഏത് കൈതപ്പൂവിനെയും കൂട്ടുകൂട്ടിയിട്ടാണ് വന്നത്. ഞാൻ കണ്ടു എന്ന് പറഞ്ഞു, അറ്റം കണ്ടു. സാക്ഷി ഇതാ കിടക്കുന്നു, കൈതപ്പൂ. അതിലൂട്ടി ഒരു ആശയം കഥയിലാകുമ്പോൾ കുറച്ച് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം പറയുന്നതാണ്. അപ്പം ശിവനറിയാൽ അറ്റമൊന്നും കാണാൻ പറ്റില്ല. ഈ വെളിച്ചത്തിൻ്റെ അറ്റ എവിടെയാണ് പോയി കാണാൻ പറ്റുന്നത്. അപ്പം ബ്രഹ്മാവിനൊരു ശാപം കൊടുത്തു, നിന്നെ ആരും പൂജിക്കാൻ പോകുന്നില്ല. പിന്നെ കൈതപ്പൂവിനും കൊടുത്തു, നിന്നെ പൂജക്ക് എടുക്കില്ല. എന്തുകൊണ്ടാണ് ഇതിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മളൊരു ചക്കയും അതിൻ്റെ മുകളിലുള്ള പൂവും കണ്ടാൽ നമുക്ക് ആകെ തോന്നുക, പെട്ടെന്നുള്ള വീക്ഷണത്തിൽ നമുക്ക് തോന്നുക ചക്ക ഉണ്ടായിട്ട് അതിൻ്റെ മേലെ പൂവുണ്ടായതാണ്. പക്ഷെ സത്യം പൂവുണ്ടായിട്ട് അതിൻ്റെ അടിയിലാണ് ചക്ക ഉണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുന്നതായിരിക്കില്ല ശരിയായ സത്യം. നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയെല്ലാം തോന്നും, പക്ഷേ തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. അത് കൈതച്ചക്ക എന്ന ഒരു ഉദാഹരണം വെച്ച് നമ്മൾ അതുമാതിരി തന്നെ കശുമാങ്ങേൻ്റെ അണ്ടിയാണോ ആദ്യം ഉണ്ടായ, മാങ്ങയാണോ ആദ്യം ഉണ്ടായ എന്നുള്ള ചോദ്യം. നമുക്ക് തോന്നുമ്പോൾ മാങ്ങ ഉണ്ടായി, അതിൻ്റെ അറ്റത്ത് ഒരു അണ്ടി ഉണ്ടായി എന്നാണ് തോന്നുക. പക്ഷേ അണ്ടി ഉണ്ടായിട്ടാണ് മാങ്ങ വലുതായി വരുന്നത്. അപ്പോൾ കഥയിൽ വരുമ്പോൾ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഥാപാത്രങ്ങളായിട്ടും അവതരിപ്പിക്കുന്നു. അതിലിടയ്ക്ക് ചില പൊടിക്കൈകളെല്ലാം കയറി പ്രയോഗിക്കുന്നുണ്ട് രസത്തിന് വേണ്ടിയിട്ട്. സിനിമയിലെ എല്ലാ ഇടയ്ക്ക് ഹാസ്യത്തിന് വേണ്ടി ചില ആൾക്കാരെല്ലാം പിടിച്ചുകൊണ്ട് വരും. കഥയാകുമ്പോൾ ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അതെല്ലാം ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് സത്യം? പിന്നെയും ചില ഉത്തരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഇതിൽ ഏതാണ് ശ്രേഷ്ഠനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവൻ തന്നെയാണ്, സംഹാരമാണ് ശ്രേഷ്ഠൻ. പല കാരണങ്ങളും കൊണ്ട്. കാരണം സംഹരിച്ചാൽ മാത്രമേ ഒന്നിനെ നിർമ്മിക്കാൻ പറ്റൂ. നമ്മളൊരു കസേര ഉണ്ടാക്കണ്ടെങ്കിൽ അതിനെ മേശയിൽ ഒരു മരം എടുത്തിട്ട് സംഹരിക്കണം. ഒരു വീട് കെട്ടണ്ടെങ്കിൽ ആ കല്ല് പൊട്ടിച്ച കല്ലിനെയെല്ലാം വേർത്തുനിന്ന് സംഹരിച്ചിട്ട് വീട് വെക്കാൻ പറ്റും. അപ്പോൾ സംഹാരമുണ്ടെങ്കിൽ മാത്രമേ, സംഹാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് അഹങ്കരിച്ചിട്ട് സംഹാരത്തിന് തന്നെയാണ് പ്രാധാന്യം. പിന്നെയും സംഹാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സൃഷ്ടി മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് നോക്കൂ. സൃഷ്ടിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ താങ്ങാൻ പറ്റൂല. ഇതെല്ലാം ഇവിടെ കൊണ്ട് വെക്കും. അപ്പൊ സൃഷ്ടി കർത്താവ് മാത്രമേ ഇവിടെ ഉണ്ടെങ്കിൽ ആകെ കുളമാവും. ഇനി സംരക്ഷണം മാത്രം, എല്ലാത്തിനെയും സംരക്ഷിച്ചു കഴിഞ്ഞാൽ, സംരക്ഷിച്ചു കഴിഞ്ഞാൽ നാശമില്ല എന്ന് വെച്ചോളൂ.
ചാതെ സംരക്ഷിച്ചു കഴിഞ്ഞാലോ അതും വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിലൊന്നുമല്ല പ്രശ്നം. പക്ഷെ ശിവനില്ലെങ്കിലോ, സംഹാരമില്ലെങ്കിലോ, സംഹാരമില്ലെങ്കിൽ സൃഷ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഹരിച്ചിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല. സംരക്ഷിക്കുന്ന ആൾ ഒന്നിനെയും ചാതെ സംരക്ഷിച്ചു കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ്. അപ്പം നാശമുണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ശിവനില്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. സൃഷ്ടി മാത്രം ഉണ്ടായതുകൊണ്ട് അത് ദോഷത്തിലേക്ക് കലാശിക്കും. സംരക്ഷണം എല്ലാത്തിനും എല്ലാ കാലവും സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതും തലവേദന പിടിച്ച പോലെയാണ്. സൃഷ്ടി കുറേ ഭാഗത്തുനിന്ന് സൃഷ്ടിച്ചിടുക, അതിനെല്ലാം സംരക്ഷിച്ചു കഴിഞ്ഞാൽ നിലനിൽക്കാൻ പറ്റില്ല, ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം സംഹാരം തന്നെയാണ് അത്യാവശ്യം. സംഹാരമുണ്ടെങ്കിൽ മാത്രമേ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സൃഷ്ടി നടത്തിയിട്ട് ആവശ്യം കഴിയുമ്പോൾ അതിനെല്ലാം ഇല്ലാതായിക്കൊള്ളാം. സൃഷ്ടിക്കുന്നത് ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഹരിച്ചേ പറ്റൂ. സംഹാരം നടന്നില്ല എങ്കിൽ സന്തുലനം നഷ്ടമായി പോകും. ആ നിലയിൽ സംഹാരത്തിന് കുറച്ചൊരു മുൻതൂക്കം ഉണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് മൂന്നും ഒരു ക്രമത്തിൽ സംഹരിച്ചാലും ആ സംഹരിക്കുന്നതിൻ്റെ പകരമായിട്ട് വേറൊന്ന് സൃഷ്ടിക്കപ്പെടും. ഇതൊരു ജോയിൻ്റ് ആക്ടിവിറ്റിയാണ്. ഇതാണ് ത്രിമൂർത്തികളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദ്യം ഉണ്ടായ നിർഗുണ ബ്രഹ്മത്തിൽ നിന്നും സൃഷ്ടിക്കുള്ള ഒരു ശക്തി ഉത്ഭവിക്കുന്ന ഒരു പ്രേരക ശക്തിയായി മാറുന്നു. ഈ പ്രേരക ശക്തിയെ അടുത്ത ഘട്ടമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു സയൻസിലൂടെ. സൃഷ്ടിക്കുള്ള പ്രേരക ശക്തി, സംരക്ഷിക്കാനുള്ള പ്രേരക ശക്തി, നശിപ്പിക്കാനുള്ള പ്രേരക ശക്തി. മൂന്ന് ശക്തികളായിട്ടാണ് പ്രപഞ്ചത്തിൽ ഈ ശക്തികൾ പിന്നെ ആക്ട് ചെയ്യുന്നത്. അപ്പം ഇനി ഈ മൂന്നിലൂടെ വേണം നമുക്ക്, മൂന്ന് ഫോഴ്സുകളായിട്ട് അത് തിരിഞ്ഞു. പിന്നെ അതിലൂടെയാണ് ഇനി പ്രപഞ്ച സൃഷ്ടിയിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അപ്പം നമ്മൾ ആ മൂന്ന് കഥാപാത്രങ്ങളെ നമ്മളൊന്ന് ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ വേവിൽ നിന്ന് തന്നെയാണ് പോകാൻ പോകുന്നത്. വേദങ്ങൾ വേവിൽ തന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അതിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയൊന്നും അവിടെ കൊണ്ടിട്ടിട്ടില്ല. പക്ഷെ കഥയിലേക്ക് വരുമ്പോൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് കുറേ ആശയങ്ങളെല്ലാം ചേർത്തുകൊണ്ട് കഥാപാത്രങ്ങളായി ചിത്രീകരിച്ചുകൊണ്ട് നമുക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ട്. അതും കൂടി നമ്മൾ പാരലായിട്ട് കണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പം വേദത്തിലെല്ലാം സയൻസ് അതേപടി അങ്ങ് പറയുകയാണ്. പുരാണ കഥകളിൽ കുറച്ച് ഭംഗിയായിട്ട് ആൾക്കാരെ എല്ലാം രസിപ്പിക്കുന്ന തരത്തിൽ അതും ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്. പക്ഷേ അവിടെ നിന്ന് ആശയങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കിന്ന് ഇവിടെ നിർത്താം. ഇനി നമ്മൾ തുടങ്ങുന്നത് തന്നെ ആ വേവിൽ നിന്ന് തന്നെയാണ് തുടങ്ങുക. ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഥകളായിട്ട് പാരലായിട്ട് നമ്മൾ കഥകളെയും ചേർത്ത് വെച്ചാണ് പോവുക.